പക്ഷേ ഈ കഴിഞ്ഞ ദിവസം IIT മദ്രാസിൽ നടന്ന ഒരു സെമിനാറിൽ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞ കാര്യങ്ങൾ നമ്മളത്ര ഗൗരവമായി ചില ഭാഗങ്ങളിൽ എടുത്തിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. കാരണം രാജ്യത്തെ സൈനികരോട് മാത്രമല്ല, രാജ്യത്തോട് മുഴുവൻ പറയുകയാണ് നിങ്ങൾ തയ്യാറായിരിക്കണം, നിങ്ങളും ഒപ്പം ഉണ്ടാകണമെന്ന് പറയുകയാണ്. മാത്രമല്ല ഇതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ തുർക്കിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും 4 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അല്ല, നമ്മളെപ്പോഴും ഒരു ജാഗ്രത നല്ലതാണ്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് പല ദിക്കിലേക്കും നോക്കി, നാനാ ദിക്കിലേക്കും നോക്കി ഇന്ത്യ നല്ല ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു സാഹചര്യം നമ്മൾ അത്ര ആളുകളെ പേടിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺഫിഡൻസ് കൊണ്ട് പറയാതിരിക്കുന്നുണ്ടെങ്കിലും ഒരു പത്മവ്യൂഹത്തിൽ അകപ്പെട്ട പ്രതീതിയുണ്ട് ഇന്ത്യക്ക്. അതുകൊണ്ട് ഇന്ത്യയുടെ സൈനിക തലവന്മാരുടെ വാക്കുകളിൽ നമ്മളത് വായിച്ചെടുക്കേണ്ടതുണ്ട്, ആ ജാഗ്രത. കാരണം നമ്മൾ അത്ര സുരക്ഷിതം അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ 4 പാടും എടുത്ത് നോക്കൂ. ഒന്ന് നമ്മൾ വളരെ ടാക്റ്റിക്കലായി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ വമ്പൻ ശക്തി ചൈനയാണ്. ചൈന നമ്മളോട് ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര സുഖത്തിലാണോ? അല്ല. 1962 തൊട്ടേ അവർ നമ്മുടെ അതിര് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മൾ നിലക്ക് നിർത്തി, അങ്ങനെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൊണ്ടും ഒക്കെ നിലക്ക് നിർത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അവരെന്താ ചെയ്യണത്? നമ്മുടെ അതിർത്തികളൊക്കെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലൊക്കെയുള്ള അവരുടെ നുഴഞ്ഞു കയറ്റം, അവരുടെ അതിര് നീക്കം, അവർ നമ്മുടെ ഗ്രാമങ്ങളെ, നമ്മുടെ മാപ്പ്, നമ്മുടെ ഭൂമിശാസ്ത്രപരമായ മാപ്പുകൾ മാറ്റി വരയ്ക്കുന്നു, നമ്മുടെ സ്ഥലനാമങ്ങൾ അവർ തിരുത്തുന്നു, ചൈനീസ് പേരുകൾ കൊടുക്കുന്നു. അത് ഒരു നല്ല ലക്ഷണമല്ലല്ലോ. പക്ഷെ അവരോട് അത് സംസാരിക്കാനാണ് ഇന്നിപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ വിഷയം സംസാരിക്കാൻ തന്നെയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ സംസാരിക്കാതെ ഒളിച്ചു കളിച്ചാൽ പറ്റില്ല. മറ്റെല്ലാ വിഷയങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നുണ്ട് ചൈനയിൽ വെച്ചാണ്. പക്ഷേ അവിടെ നടക്കേണ്ട ചർച്ച അവിടെ നടക്കും. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ പറഞ്ഞ് തീരുമാനമാകേണ്ടതുള്ളത് കൃത്യമായ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉള്ളതാണ് നമുക്കിടയിൽ. പക്ഷേ അത് പാലിക്കാതിരിക്കുന്നുണ്ട് ചൈനയെങ്കിൽ എത്ര വമ്പനാണെങ്കിലും അവരെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ചൈനയും ബംഗ്ലാദേശും തമ്മിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോൾ അതിന് ചില ബോധ്യങ്ങളിലേക്ക് ബംഗ്ലാദേശ് മാറിയിട്ടുണ്ട്. 3, പാകിസ്ഥാൻ നമുക്കെതിരായി ഉപയോഗിച്ച ഏറ്റവും ഒടുവിൽ ഈ പെഹൽഗാം ആക്രമണത്തിൽ പോലും അവിടുത്തെ തീവ്രവാദികൾ ഉപയോഗിച്ച ആയുധങ്ങൾ മുഴുവനും ചൈനയുടേതാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ചൈനീസ് ആയുധങ്ങൾ നമുക്ക് നേരെ പ്രയോഗിക്കാൻ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് പറ്റുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പാകിസ്ഥാനെ പ്രത്യക്ഷത്തിൽ പിന്തുണക്കുന്നത് അമേരിക്കയാണെങ്കിലും പ്രയോഗത്തിൽ പിന്തുണക്കുന്നത് ചൈനയാണെന്ന് വരുന്നില്ലേ? അപ്പോൾ ചൈന ഒരു ചെറിയ ഭീഷണിയല്ല. 2, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ സഹായത്തോടുകൂടി ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട അതിർത്തി പ്രദേശത്തെ 5 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്നൊരു വാദം നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ക്രിസ്ത്യൻ ജില്ലയും പ്രദേശവും നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ പ്രദേശങ്ങളും മണിപ്പൂർ ഉൾപ്പെടെ നമ്മൾ അത്ര ചെറിയ ഭീഷണിയായിട്ടല്ല അതിനെ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇപ്പോഴും സുരക്ഷാ കാരണങ്ങളാൽ, മോദി ഭീരുവായതുകൊണ്ടല്ല, പക്ഷേ സ്വന്തം രാജ്യത്ത് പോയി ഒരു ക്രമസമാധാന പ്രശ്നത്തെ പ്രധാനമന്ത്രി അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അത് ഇന്ത്യക്ക് വലിയ ദുഷ്പേരുണ്ടാക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, സൈനിക ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നു, നരേന്ദ്രമോദിക്ക് മറ്റാർക്ക് പോയാലും, അമിത്ഷാക്ക് പോകാൻ വരാം, രാജ്നാഥ് സിംഗിന് പോകാൻ വരാം, പക്ഷേ മോദിയെപ്പോലെ ഒരു ടോപ്പ് മോസ്റ്റ് ഫിഗറിന് മണിപ്പൂരിൽ പോകാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം മണിപ്പൂർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന ബോർഡ് വെച്ചിട്ട് മണിപ്പൂരിൽ വണ്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത്രയേറെ വിഘടനവാദം അവിടെ ശക്തമാണ്. എല്ലാവരും തീവ്രവാദികളാണ്. 2 ഗ്രൂപ്പിൻ്റെ കയ്യിലും ആയുധങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഈ കുക്കി തീവ്രവാദികൾ, കുക്കീസുവോ തീവ്രവാദികൾ ക്രിസ്ത്യൻ തീവ്രവാദികളാണ്. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അവർക്ക് ആയുധം കൊടുക്കുന്ന ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മിയാൻമർ വഴി ആയുധം വരുന്നുണ്ട്. അപ്പോൾ മിയാൻമറിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ നമ്മുടെ അയൽപക്കം മുഴുവനും ഇനി ആലോചിച്ച് നോക്കൂ. അപ്പുറത്ത് പാകിസ്ഥാൻ, അതിൻ്റെ കാര്യം പറയണ്ടല്ലോ. പാകിസ്ഥാനിലെ എല്ലാ തീവ്രവാദികളും, പാകിസ്ഥാൻ സത്യത്തിൽ ഇന്ത്യക്കെതിരായി തീവ്രവാദികളെ ഇന്ത്യയിൽ വെച്ചും പാകിസ്ഥാനിൽ വെച്ചും വളർത്തിയെടുക്കുകയാണ്. അവരുടെ ആക്രമണം നമ്മൾ നേരിടുകയാണ്. തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാനെ നമ്മളൊരു ഡിപ്ലോമാറ്റിക്കലി അഫ്ഗാനിസ്ഥാനെ ഒരേ സമയം ശത്രു ആക്കേണ്ട എന്ന കാരണത്താൽ
താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം പോലും അഫ്ഗാനിസ്ഥാനോട് മാന്യമായി പെരുമാറാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അതേ നിലപാട് നമ്മളോട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ കൂടി ചെലവിലാണ് പാകിസ്ഥാനിൽ തീവ്രവാദികൾ വളരുന്നത്. പാകിസ്ഥാന് പോലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേറൊന്ന്, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ വംശക്കാരോട് അവർ പെരുമാറുന്നത് എങ്ങനെയാണ്? ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതൊന്ന്. ഇനി താഴോട്ട് എടുത്ത് നോക്കൂ, ശ്രീലങ്കയെ നമ്മൾ എന്തുമാത്രം സഹായിച്ചതാണ്. ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ കൊടുത്തു പോലും നമ്മൾ ശ്രീലങ്കയെ സഹായിച്ചതാണ്. ശ്രീലങ്കക്കാരുടെ നിലപാടെന്താ? പെഹൽഗാം ആക്രമണം നടന്നു, ഓപ്പറേഷൻ സിന്ദൂർ വന്നു, അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം, ഞങ്ങളില്ലാന്നാ. നമ്മൾ ലോകരാജ്യങ്ങളെ മുഴുവൻ സഹായം തരും. സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഒരു മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞു നോക്കിയല്ലോ. നമ്മുടെ കൂടെ ആദ്യം നിൽക്കേണ്ട രാജ്യമല്ലേ ശ്രീലങ്ക. നിന്നില്ല. ഈ മാൽദ്വീപ് ഉണ്ടല്ലോ, മാൽദ്വീപ്സ്, അവരെ നമ്മൾ എന്തുമാത്രം സഹായിച്ചതാണ്. നമ്മുടെ തൊട്ടടുത്ത കടലിലുള്ള ദ്വീപസമൂഹങ്ങളാണ്. അവരെ നമ്മൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിച്ചതാണ്. ഇപ്പോൾ അവരും നമുക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്? യഥാർത്ഥത്തിൽ നമ്മുടെ അയൽവക്കത്തെ നമ്മൾ ഇങ്ങനെ നാലുപാട് ഒന്ന് റഡാർ വെച്ച് നോക്കിയാൽ ഇന്ത്യൻ സേനയ്ക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മളെ ആത്മാർത്ഥമായി പിന്തുണക്കും, സഹായിക്കുമെന്ന് ഉറപ്പുള്ള ഒരുത്തനും നമ്മുടെ അയൽവക്കത്തില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. എവിടുന്നാണ് ആദ്യം പൊട്ടുക എന്ന് അറിഞ്ഞുകൂടാ. എവിടുന്ന് പൊട്ടിയാലും നമ്മൾ നേരിടും. നമ്മൾ ശക്തി ആർജിച്ചിട്ടുണ്ട്, യാതൊരു തർക്കമില്ല. നമ്മുടെ കയ്യിൽ അണുബോംബുണ്ട്, നമ്മുടെ കയ്യിൽ കെമിക്കൽ ബോംബുകളുണ്ട്. നമ്മുടെ കയ്യിൽ എന്താ ഇല്ലാത്തത്? ഗവൺമെൻറ് ചിലതൊന്നും പറയില്ല, അത് അവരുടെ സ്ട്രാറ്റജിയാണ്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതില്ല, എല്ലാ ആയുധങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഇനി ഇല്ലാത്തത് സ്വയം പര്യാപ്തതയ്ക്ക് എന്താണ് ഇനി ഇന്ത്യക്ക് കുറവുള്ളത് എന്നാണ് 2047 വരെ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നമ്മുടേതായ ദേശീയ സോഷ്യൽ മീഡിയ വേണം. സോഷ്യൽ മീഡിയ ടെക്നോളജി കൊണ്ട് നമ്മളെ തകർത്ത് കളയാം, മീഡിയ കൊണ്ട് തകർത്ത് കളയാം, വാർത്താമാധ്യമ സംവിധാനം കൊണ്ട് തകർത്ത് കളയാം എന്നും വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് അത് മനസ്സിലാക്കുകയും നിലക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ നമ്മൾ നിലക്ക് നിർത്താൻ വേണ്ടി ദൂരെ കിടക്കുന്ന റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് നമ്മൾ സഹായിക്കുന്നത്. ബ്രസീലാണ് സഹായിക്കുന്നത്. ചൈന നമ്മളെ സഹായിക്കുകയല്ലാതെ വേറെ തൽക്കാലം അവർക്കൊരു വഴിയില്ലാത്തതുകൊണ്ട് ചൈന നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും എപ്പോഴും ഇന്ത്യ വളരെ ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക എന്നല്ലേ പറഞ്ഞത്? IIT-യിലാണ് പറയുന്നത്. ഓർക്കണം, ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് മറ്റൊരു ഭാഷയിൽ വളരെ ഡിപ്ലോമാറ്റിക്കായ സോഫിസ്റ്റിക്കേറ്റഡായ ഭാഷയിലാണ് നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള രാജ്യസുരക്ഷയുടെ ഭാഷയിലാണ് നമ്മുടെ കരസേനാ മേധാവി പറഞ്ഞത്. രണ്ടിനെയും വളരെ ഗൗരവത്തോടെ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ടാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്തിയത്. അതായത് അണക്കെട്ടുകൾ തകർക്കും, ഇന്ത്യ വെള്ളം കൊടുത്തില്ലെങ്കിൽ അണക്കെട്ടുകൾ ഞങ്ങൾ തകർക്കും, മിസൈൽ ഉപയോഗിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യ ആക്രമിക്കുക എന്ന് പറയുന്നത് ട്രംപിൻ്റെ കൂടി ഒരു ആവശ്യമായി മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യ തകർന്നു കാണണമെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ട്രംപാണ്. കാരണം ട്രംപ് നിലക്ക് നിർത്താൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നു ഇന്ത്യയെ. മാത്രമല്ല, ട്രംപ് ഭൂമിയിൽ എവിടെ പോയി വാ തുറന്നിട്ടുണ്ടോ അവിടെയൊക്കെ നാണം കെട്ടി തിരിച്ചു പോകുന്നിട്ടുണ്ട്. ട്രംപ് എടുക്കാത്തൊരു നാണയമായി മാറിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ പോലും. ഏറ്റവും ഒടുവിൽ പുട്ടിൻ്റെ മുമ്പിൽ നാണം കെട്ട് പോന്നപ്പോൾ പുട്ടിൻ ഞെട്ടിച്ചു കളഞ്ഞു. പുട്ടിനുമായി സ്വകാര്യം പറഞ്ഞത് എന്താണെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞില്ല, പക്ഷെ പുട്ടിൻ പറഞ്ഞു. സാക്ഷാൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബിസിനസ്സിൽ 20% വർധനവുണ്ടായി എന്ന് പറഞ്ഞാൽ പുറത്ത് റഷ്യക്കെതിരായി വർത്തമാനം പറയുക, അകത്ത് സ്വകാര്യമായിട്ട് നമ്മളെ സഹായിക്കണേ എന്ന് ട്രംപ് പോയി പറയും. ഈ തട്ടിപ്പ് അമേരിക്കക്കാർക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ട്രംപ് പത്രക്കാരോട് മിണ്ടാതെ പോയത്. വലിയ നാല് നാവുണ്ടല്ലോ ട്രംപിന്, പക്ഷെ മിണ്ടിയില്ല. അതിനർത്ഥം ട്രംപ് നിസ്സഹായനാകുന്നു, നിശബ്ദനാകുന്നു, ദുർബലനാകുന്നു എന്നാണ്. അപ്പോൾ ട്രംപിനെ ആദ്യം നിലക്ക് നിർത്തിയ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടി നിർത്താൻ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് നിന്നെ ഒന്നും വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ ട്രംപിന് കൊടുക്കേണ്ട മറുപടി ആദ്യം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു, അമേരിക്കയുടെ സഹായം തേടിയതുമില്ല. അതുകൊണ്ട് ഇന്ത്യ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളെ അടർത്തിയെടുക്കാൻ പറ്റുമെന്ന് അവർ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരായ ഒരു വലിയ താവളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച തീവ്രവാദികൾക്ക് ഇപ്പോഴും അവർ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അത് തീർച്ചയായിട്ടും അമേരിക്ക അത് ആഗ്രഹിക്കുന്നുണ്ടാവും. നടപ്പില്ല മോനെ എന്ന് ട്രംപിനോട് പറയേണ്ട നേരമാണ്.